تحزو بالدعاء وتضطرب وما تدري ما صنع الدعاء سهام الليل لا يفتي ولكن لها أمد وللأمد انقضاء شفيعنا وحبيبنا محمد صلى الله عليه وسلم. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പും അതുപോലെ നമ്മുടെ നമസ്കാരങ്ങളും മറ്റ് ഇബാദത്തുകളും ഒക്കെ പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ നോമ്പുകാരുടെ കൂട്ടത്തിൽ, ശരിയായ നമസ്കാരക്കാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ഗൾഫ് പ്രദേശങ്ങളിലുള്ള സഹോദരന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അവർക്ക് രക്ഷ നൽകുമാറാകട്ടെ. അതുപോലെ ലോക മുസ്ലിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. ജൂത പരിസരങ്ങളെ ഇസ്രായേൽ ദുഷ്ടശക്തിയുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മോചനം ചെയ്യുമാറാകട്ടെ. ഇസ്രായേൽ എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ എന്നത്. അവരുടെ സന്താന പരമ്പരക്കാണ് 12 മക്കളുടെ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ 12 മക്കളിൽ കൂടിയുള്ള സന്താനങ്ങൾക്കാണ് ഇസ്രായേൽ ബനു ഇസ്രായേൽ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇവര് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കൊടിയേറി പാർത്തതാണ് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന യഥാർത്ഥ പലസ്തീന പ്രദേശങ്ങളിലെ യഥാർത്ഥ യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരല്ല. അപ്പൊ അങ്ങനെ ഒരു വാദത്ത ഭൂമി ഉണ്ടെങ്കിൽ തന്നെയും അത് ഇവർക്ക് അവകാശപ്പെട്ടതല്ല. അങ്ങനെയാണല്ലോ അവർ പറയുന്നത്. യഥാർത്ഥ അമേരിക്കയുടെ പിന്തുണയോട് കൂടിയാണ് ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ നടത്തുന്നത്. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് ശക്തികളെയും നശിപ്പിക്കാൻ ഫിർഔനെയും ഖാറൂനെയും ഹാമാനെയും ഒക്കെ നശിപ്പിച്ച അല്ലാഹുവിന് വലിയ കാര്യമല്ല ഈ പറയുന്ന അമേരിക്ക ഇസ്രായേൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല സമയം കണ്ടെത്തിയിട്ടുണ്ടാവാം. അതിലൊക്കെ ഒരു അവധി അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയിട്ടുണ്ടാവാം എന്ന് നമുക്ക് സമാധാനിക്കാം. ദുആ എല്ലാത്തിനും പ്രതിവിധി ദുആ മാത്രമാണ്, പ്രാർത്ഥന. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് അങ്ങോട്ട് ചോദിക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. അല്ലാഹു പറയുകയാണ്, വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. ഖാല റബ്ബുക്കും, നിങ്ങളുടെ ജ്ഞാനം പറഞ്ഞു, നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞു, ഉദ്ഉനി, നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ. നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ. മനുഷ്യന്മാർ ആരെങ്കിലും പറയോ നിങ്ങൾ എന്നോട് ചോദിച്ചു, എനിക്ക് എന്നോട് ചോദിച്ചു അതിന് ആവശ്യമുണ്ടെങ്കിൽ? വളരെ അപൂർവമായിരിക്കും അല്ലെ? ചോദിച്ചാൽ തന്നെ ഒരു പ്രാവശ്യം കൊടുക്കും, 2ാം വട്ടം കൊടുക്കും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഉദ്ഉനി, നിങ്ങൾ എന്നോട് ചോദിച്ചു കൊള്ളുക, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം, നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ സ്വീകരിക്കാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി, എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിനെ തൊട്ട്, എനിക്ക് വണങ്ങുന്നതിനെ തൊട്ട് അഹങ്കരിക്കുന്നവർ ആരോ സയദ്ഖുലൂന ജഹന്നമ, ജഹന്നം എന്ന നരകത്തിൽ അവർ പ്രവേശിക്കുന്നതാണ്. ജഹന്നം എന്ന നരകത്തിലാണ്, നരകമാണ് അവരുടെ ആവാസം. ഇബാദത്ത് ദുആ ഇബാദത്തല്ലേ? അതെ, ദുആ ഇബാദത്ത് തന്നെയാണ്. ഏത് ദുആയും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്ന ചോദ്യം, അല്ലാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം അല്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുആ ഇബാദ, ദുആ ഇബാദത്താണ്. ഏത് ദുആ? ഏത് ദുആ? എല്ലാ ദുആവും എന്നല്ല പറഞ്ഞ ദുആ ഹുവൽ ഇബാദ, അല്ലാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം അല്ലേ? സ്വയം പര്യാപ്തനാണ് എന്ന് കരുതി നാം ആരോടാണോ ചോദിക്കുന്നത്, അങ്ങേറ്റത്തെ താഴ്മയോട് വിനയത്തോടു കൂടി നാം ആരോടാണോ ചോദിക്കുന്നത്, ആ ചോദ്യം, ആ ദുആ ഇബാദത്താണ്, ആരാധനയാണ്. അല്ലാതെ ഒരാളെ വിളിച്ച് സഹായം തേടിയാൽ അത് ഇബാദത്താകുന്നില്ല.
ഇബാദത്തിന്റെ കഴമ്പാണ്. മറ്റൊരു ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. റമദാനെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് അതിന്റെ അവസാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്റെ അടിമകൾ ചോദിക്കാൻ ഞാൻ എവിടെയാണെന്ന് എന്റെ അടിമകൾ തങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ തങ്ങൾ പറയുക, ഞാൻ അടുത്ത് തന്നെ ഉണ്ട്, ഞാൻ നിങ്ങളുടെ സമീപത്ത് തന്നെ ഉണ്ട്. ചോദിക്കുന്നവരുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാം. എന്റെ അടിമകൾ എന്നെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ, തങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ തങ്ങൾ പറയുക, ഞാൻ നിങ്ങളുടെ സമീപത്ത് തന്നെ ഉണ്ട്, ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്. ചോദിച്ചവരുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാം, പ്രാർത്ഥിച്ചവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ്. അവർ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഒരൊറ്റ ഡിമാൻഡ് മാത്രമുണ്ട്, ഞാൻ ഉത്തരം നൽകണമെങ്കിൽ, ചോദിച്ച് കൊടുക്കണമെങ്കിൽ എന്റെ നിർദ്ദേശങ്ങൾ അവർ പാലിക്കട്ടെ. ഞാൻ നിർദ്ദേശമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവർ പാലിക്കട്ടെ. വൺ വേ അല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് എന്നുള്ളത്. അത് അങ്ങോട്ടുണ്ടോ അതാ ഇങ്ങോട്ടുണ്ട്. ചോദിച്ചവരുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാം. പക്ഷേ ഒരൊറ്റ ഡിമാൻഡ്, അവർ ചോദിക്കുന്നുണ്ടോ എങ്കിൽ എന്റെ നിർദ്ദേശങ്ങൾ പാലിക്കട്ടെ. എന്നെ കൊണ്ടുള്ള വിശ്വാസം അവർ രൂഢമൂലമാക്കട്ടെ, ശരിയായ വിശ്വാസികളാകട്ടെ. എന്നാൽ അവർ നേരായ മാർഗം പോകും, നേരായ മാർഗത്തിലേക്ക് എത്തിച്ചേരും. റമദാൻ നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിന്റെ അവസാനമായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്താണ്. അപ്പൊ നോമ്പും ദുആവുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതിന് അർത്ഥം. റമദാനുമായിട്ട് ബന്ധമുണ്ട്, അവയത്തെ ബന്ധമുണ്ട്. അപ്പോ അല്ലാഹുവിനോട് ചോദിക്കാനുള്ള മാസം കൂടിയാണ് ഇത് റമദാൻ മാസം. ഒരുപാട് ചോദിക്കാനുള്ള മാസമാണ്. ചോദിച്ചാൽ വെറുതെ ആയി പോകൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചോദിച്ചാൽ ഒരു മനുഷ്യൻ ചോദിച്ചാൽ മൂന്നാലൊരു കാര്യം ഉണ്ടാവും. പക്ഷെ ഒരൊറ്റ ഡിമാൻഡ്, ചോദിച്ചാൽ മൂന്നിലൊരു കാര്യം ഉണ്ടാവും. ചോദിച്ചാൽ തന്നെ കിട്ടിക്കോളുന്നില്ല. പക്ഷെ അത് ആ മൂന്നാലൊരു കാര്യം ഉണ്ടാവണമെങ്കിൽ തന്നെ എന്ത് വേണം? ചില ഡിമാൻഡുകളുണ്ട്. എന്താ അത്? കുടുംബബന്ധം മുറിക്കുന്നത് ചോദിക്കാൻ പാടില്ല. കുടുംബബന്ധം ചാർച്ച ബന്ധത്തെ മുറിക്കുന്ന രൂപത്തിലുള്ളത് ചോദിക്കാൻ പാടില്ല. അല്ലെങ്കിൽ കുറ്റകരമായ ചോദ്യം ചോദിക്കാൻ പാടില്ല. കുറച്ചോനെ ഞാൻ ലോട്ടറി എടുത്തിട്ടുണ്ട്, കഴിഞ്ഞ ആഴ്ച ലോട്ടറി, നാളെ ആ നറുക്കെടുപ്പ്, അതിന്റെ വസ്തു എനിക്ക് കിട്ടണേ. ഉത്തരം കിട്ടുക ഇല്ല. കാരണം കുറ്റകരമാണ്. ലോട്ടറി എന്നുള്ള ചൂതാട്ടമാണ്. ഇന്നമൽ ഖംറു വൽ മൈസിർ എന്ന് പറയുന്ന ആ മൈസിറിൽ പെട്ടതാണ് ലോട്ടറി. അല്ലെങ്കിൽ ഇന്നവന് പലിശ കിട്ടി തരാനായിട്ട് പറയാം, ഞാൻ പലിശക്ക് പണം കൊടുത്തിരുന്നു, പലിശ കിട്ടാൻ തരുന്നില്ല, പലിശ പെട്ടെന്ന് കിട്ടാനുള്ള വഴി ഉണ്ടാക്കി തരണേന്ന്. ഇല്ല, ഉത്തരം കിട്ടൂല. അല്ലെങ്കിൽ എന്റെ കുടുംബത്തിൽപ്പെട്ട ഇന്നാളുണ്ട്, ഇന്നാള് ഗൾഫിലുണ്ട്, ഓന്റെ കാര്യം ഒരിക്കൊരു ഗുണവും വരുത്താൻ പാടില്ലേ എന്ന് ദുആ ചെയ്യുക. അതിന് ഉത്തരം കിട്ടില്ല. മാലം യസ്അൽ ബിഖദിയത്തി റഹിമിൻ ഔ ഇസ്മിൻ ഔ കമാ ഖാൽ. കുറ്റകരമായ ചോദ്യമോ അല്ലെങ്കിൽ കുടുംബബന്ധം മുറിക്കുന്ന ചോദ്യമോ ചോദിക്കാതിരിക്കുന്ന കാലത്തോളം ഞാൻ മൂന്നാലൊരു കാര്യമുണ്ട്. എന്താ മൂന്നാലൊരു കാര്യം? ഒന്നെങ്കിൽ അവൻ ചോദിച്ചത് അതങ്ങനെ തന്നെ കൊടുക്കും, അല്ലെങ്കിൽ അത് കാരണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നേരത്തെ നിശ്ചയിച്ചു വെച്ച എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാവും. ഈ ചോദ്യം കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അതങ്ങോട്ട്
പരലോകത്തേക്ക് ബന്ധിച്ചിടും. ഏതായാലും ചോദിച്ച വെറുതെയാവില്ല. ഇമാമിന്റെ മുന്നിൽ നിന്നിട്ട് ആമീൻ ആമീൻ എന്ന് പറയുന്നുണ്ടല്ലോ, ആ ആമീൻ വെറുതെ ആയി പോലെ. പക്ഷെ എന്ത് വേണം? മനസ്സറിഞ്ഞ് പറയണം ആമീൻ. ഇമാം എന്തോ ദുആ ചെയ്യുന്നു, ഞാൻ എവിടെയോ ശ്രദ്ധിക്കുന്നു, ആമീൻ ആമീൻ. കാര്യമില്ല, അതുകൊണ്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഇമാം ദുആ ചെയ്യുന്നുണ്ട്, നാം കൈയും പൊന്തിച്ചിട്ട് തന്നെ നിൽക്കുന്നുണ്ട്, ആമീൻ പറയുന്നില്ല, അതുകൊണ്ട് കാര്യമില്ല. അപ്പൊ ഉള്ളു തട്ടിയിട്ടുള്ള പ്രാർത്ഥനയായിരിക്കണം. ആ പ്രാർത്ഥനയ്ക്ക് മൂന്നാലൊരു കാര്യമുണ്ട്. ഒന്നെങ്കിൽ ചോദിച്ചത് അങ്ങനെ തന്നെ കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാമല്ലോ നമുക്ക് ഗുണമാണോ ദോഷമാണോ എന്ന്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചോദിച്ചത് അങ്ങനെ തന്നെ കൊടുക്കും. അല്ലെങ്കിൽ അത് കാരണം അവർക്ക് അല്ലാഹു നേരത്തെ നിശ്ചയിച്ചു വെച്ച എന്തെങ്കിലും പ്രയാസം ഉണ്ടാവും. ആ പ്രയാസം ഈ ദ്വാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കി കൊടുക്കും. എന്തെങ്കിലും വിപത്തോ ദുരിതമോ, അല്ലെങ്കിൽ അതിന്റെ പ്രതിഫലം പരലോകത്തേക്ക് വെക്കും. ഹദീസിൽ കാണാം ഇവിടെ നിന്ന് ചോദിച്ച ആൾക്കാരുടെ ചോദ്യങ്ങൾക്ക് ഇവിടെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ടല്ലോ, ദ്വാരകളുണ്ടല്ലോ, അവിടെ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ വെച്ച് ചോദിച്ചപ്പോൾ കിട്ടിയ ആളുകൾ പറയുന്നു, പടച്ചവനെ അതും കൂടി ഇങ്ങോട്ട് ബന്ധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. കാരണം അവിടെ കിട്ടുന്ന വലിയ കിട്ടലാണ്, അവിടെ കിട്ടൽ വലിയ കിട്ടലാണ്, ഇവിടെ കിട്ടും പോലെയല്ല. അപ്പോൾ അവിടെ വെച്ച് ആഗ്രഹിച്ചു പോകുന്ന, ഞാൻ ദുനിയാവിൽ വെച്ച് ആ ചോദ്യത്തിന് ഉത്തരം എനിക്ക് കിട്ടിയിരുന്നില്ലെങ്കിൽ ഇവിടെ വെച്ച് കിട്ടുമായിരുന്നല്ലോ. അപ്പൊ ചോദിച്ചുകൊണ്ടേയിരിക്കുക, മുട്ടിക്കൊണ്ടേയിരിക്കുക. മനുഷ്യന്മാരെ പോലെയല്ല. ഒരിക്കൽ മുട്ടി, അല്ലെങ്കിൽ ഒരിക്കൽ ബെല്ലടിച്ചു, ആളിന് ബെല്ലടിച്ചു, തുറന്നില്ല, രണ്ടാമത് ബെല്ലടിച്ചാൽ കുറച്ച് ചൂടാവും, മുട്ടണം, വരാൻ സമയമല്ല. അല്ലെങ്കിൽ ഒരിക്കൽ മുട്ടിയാൽ പോലെ എന്ന് ചോദിക്കും അല്ലേ? നല്ല ഉറക്കിലായിരിക്കും നമ്മളൊക്കെ, പ്രത്യേകിച്ച് റമദാൻ മാസത്തിലൊക്കെ രാവിലെ വന്നിട്ട് വെള്ളടിക്കുന്നുണ്ടാവും. ഏത് മഹാനാ, ഏത് കുരിപ്പാന്നൊക്കെ ചോദിക്കും അല്ലേ? ഒരു പ്രാവശ്യം കുട്ടിയെ ചിലപ്പോൾ സമാധാനം ക്ഷണിക്കും, രണ്ടാമത് ആദ്യം കൂടി അടിച്ചാലോ ചൂടാവും. പക്ഷേ ഭർത്താവിനോട് ചോദിച്ചാൽ നീ എത്ര ചോദിക്കുന്നോ അത്രമാത്രം അള്ളാഹുവിനിക്ക് സന്തോഷമാണ്. ചോദിക്കുന്നില്ലേ? എന്നോട് ചോദിക്കുന്നതിനെ തൊട്ട് അഹങ്കരിക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, എന്നോട് ചോദിക്കുന്നതിനെ തൊട്ട് അഹങ്കരിക്കുന്ന മനുഷ്യന്മാരെ അഹങ്കാരികൾക്ക് പറഞ്ഞറിയാൻ ജഹന്നമ നടക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഒരാൾ ചോദിക്കുന്നുണ്ടെങ്കിൽ, ചോദിക്കാൻ വേണ്ടി മനസ്സുണ്ടെങ്കിൽ അതിന് ഉത്തരമുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഒരിക്കൽ അല്ലാഹു തആല നിശ്ചയിച്ചു വെച്ചിരിക്കുന്നു. പക്ഷെ വേറെ ഡിമാൻഡും കൂടിയുണ്ട്. പഠിച്ചോനെ ഞാൻ പല പ്രാവശ്യം ചോദിക്കുന്നുണ്ട്, നീ തരാത്തത് എന്ന് ധൃതി കാണിക്കാൻ പാടില്ല, ധൃതി പിടിക്കാൻ പാടില്ല. അല്ലെങ്കിൽ നീ ഉദ്ദേശിച്ചെങ്കിൽ തന്നെ, നീ ഉദ്ദേശിച്ചെങ്കിൽ തന്നെ എനിക്ക് വേണമെങ്കിൽ തന്നേന്നല്ല, എനിക്ക് വേണം, വേണ്ടി തന്നേ ഒക്കുള്ളൂ എന്നുള്ള നീയത്തോട് കൂടി ചോദിക്കണം. കിട്ടണം എന്നുള്ള കരുത്തോട് കൂടി ചോദിക്കണം. മനസ്സറിഞ്ഞ് ചോദിക്കണം. ചോദിക്കേണ്ട സമയത്ത് ചോദിക്കണം, ചോദിക്കേണ്ട സ്ഥലങ്ങളിൽ വെച്ച് ചോദിക്കണം. ചോദിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു പണ്ഡിതന്മാർ പറഞ്ഞ നിബന്ധനകൾ, ഡിമാൻഡുകൾ വെച്ചിട്ട് ചോദിക്കുന്ന രൂപം പറഞ്ഞിട്ടുണ്ട്. ആ രൂപങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ചോദിക്കണം. അല്ലാതെ ഉത്തരം കിട്ടൂല എന്നല്ല. പക്ഷെ അങ്ങനെയൊക്കെ ചോദിച്ചാൽ കുറച്ചു കുട്ടി കൂടി അതിന്റെ ഉത്തരം കിട്ടാൻ എളുപ്പമുണ്ട്. എന്താ അത്? ചോദിക്കുമ്പോൾ ഹംദ് കൊണ്ട് തുടങ്ങുക, ഹംദ് കൊണ്ട് തുടങ്ങുക. അതുപോലെ തന്നെ സ്വലാത്ത് കൊണ്ടോ, ഹംദ് കൊണ്ടും സ്വലാത്ത് കൊണ്ടും അവസാനിപ്പിക്കുക. കൈ ഉയർത്തുക. ചില ആൾക്കാർ പറയുന്നത് കൈ ഉയർത്തുന്ന കൈയോടെ സാധ്യത. റസൂലുള്ളാഹി അലൈഹി വസല്ലം മിമ്പറിൽ കൈ ഉയർത്തിയിട്ടില്ല, ശരിയാണ്. ഭക്തന്മാർക്ക് കൈ ഉയർത്തുന്ന സുന്നത്തില്ല. പക്ഷെ മറ്റുള്ള സ്ഥലങ്ങളിൽ കൈ ഉയർത്തിയതായിട്ട് ഹദീസിൽ കാണാം. ചോദിക്കുമ്പോൾ കൈ ഉയർത്തിയതായിട്ട് ഹദീസിൽ തന്നെ പറയുന്നുണ്ട്. അവൻ കൈ ഇങ്ങനെ ഉയർത്തിയാൽ, ഒരടിമ ചോദിച്ചൊരു മുഗ്മിനായ മനുഷ്യൻ ചോദിച്ചിട്ട് കൈ ഉയർത്തി ചോദിച്ചിട്ട് അത് വെറുതെ മടക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ലജ്ജയുള്ള കാര്യമാണ്. ഒരു മനുഷ്യൻ ചോദിച്ചിട്ട് ആത്മാർത്ഥമായി ചോദിച്ചിട്ട് അതിന് ഉത്തരം കൊടുക്കാതെ നിരാശരായി മടക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ലജ്ജയുള്ള കാര്യമാണ്. അല്ലാഹു ലജ്ജിക്കുന്ന
ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും മുന്നിൽ വെച്ച് ചോദിക്കുക. എന്തെങ്കിലും പുണ്യകർമ്മങ്ങൾ ഒന്നിക്കൊരു സദഖ ചെയ്തിട്ട് ചോദിക്കപ്പെടുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പുണ്യകർമ്മങ്ങൾ മുമ്പിൽ വെച്ച് ചോദിക്കുക. നമുക്കറിയാലോ, സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹായ ഹദീസിൽ കൂടി പറയുന്ന മൂന്നാളുടെ ചരിത്രം, ഒരു ഗുഹയിൽപ്പെട്ട മൂന്നാൾക്കാരുടെ ചരിത്രം നമുക്ക് കേട്ടതായിരിക്കാം. മൂന്നാളുകൾ, പരമസായപ്പെട്ട മൂന്നാളുകൾ നടന്നു വരികയാണ്. ഒരു വഴി നടന്നു വരികയാണ്, സന്ധ്യയായി. ഇനിയിപ്പോൾ നടന്നാൽ കയ്യിൽ വെളിച്ചമോ മറ്റോ ഇല്ല. മാത്രമല്ല എന്തെങ്കിലും പിടിമൃഗങ്ങളുടെ ശല്യമുണ്ടാവും എന്ന് കരുതി ഒരു ഗുഹയിൽ, ഒരു മലയുടെ താഴെയുള്ള ഗുഹയിൽ അഭയം തേടുകയാണ്. ഗുഹയിൽ പ്രവേശിക്കേണ്ട സമയം. അപ്പോഴേക്കും ഒരു പാറ ഉരുണ്ട് വന്ന് ഗുഹാമുഖം അടച്ചു കളഞ്ഞു. എന്തുണ്ട് വഴി? പല വഴിയും നോക്കി രക്ഷപ്പെടാൻ വേണ്ടി ഒരു നിലക്കും രക്ഷപ്പെടുന്നില്ല. പാറ തള്ളി മാറ്റാനുള്ള ശേഷിയും അവർക്കില്ല. അവർ ദുആ ചെയ്യുകയാണ്. ഓരോരുത്തരും പറഞ്ഞു, നാം ചെയ്ത സൽക്കർമ്മം വെച്ചിട്ട് നമുക്ക് എന്താക്കാം? അല്ലാഹുവിനോട് ദുആ ചെയ്യാമെന്ന്. അതിൽ ഒരാൾ പറയുകയാണ്, അല്ലാഹുവേ, എനിക്ക് മാതാപിതാക്കളുണ്ട്, അതുപോലെ തന്നെ സന്താനങ്ങളുമുണ്ട്. ഞാൻ എന്റെ മാതാപിതാക്കൾ ഭക്ഷണം കൊടുക്കാതെ കണ്ട്, അവർക്ക് വെള്ളം കൊടുക്കാതെ കണ്ട്, ഞാൻ വൈകുന്നേരം അധ്വാനിച്ച് വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ ഭക്ഷണം കൊടുക്കുന്നത് എന്റെ മാതാപിതാക്കൾക്കായി. അതുപോലെ അത് കഴിഞ്ഞതിന് ശേഷം എന്താവണോ? മക്കൾക്ക് കൊടുക്കുകയും. ഒരു ദിവസം ഞാൻ വരുമ്പോഴേക്കും മറന്നായി പോയി, ഉറങ്ങിപ്പോയി. ഞാൻ എന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുത്തില്ല, എന്റെ മാതാപിതാക്കൾക്ക് ഭക്ഷണം കൊടുത്തില്ല. മക്കളാണെങ്കിൽ ആവട്ടെ കരയുന്നുണ്ട്. ഞാൻ അവർ എഴുന്നേറ്റതിന് ശേഷം അവർക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷമാണ് എന്റെ മക്കൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കുന്നത്. ഭക്ഷണം ഈ പുണ്യകർമ്മം ഇത് നിന്റെ വലിയ വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാണ്. അതുകൊണ്ട് ഭക്ഷണം ഈ അകപ്പെട്ടിരിക്കുന്ന ഈ ദുരിതത്തിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ നൽകണേ, ഈ പ്രയാസത്തിൽ നിന്ന് രക്ഷ നൽകണേ. അല്പം നീങ്ങി, പക്ഷെ പുറത്തിറങ്ങാൻ ശ്രമിച്ചിട്ടില്ല. മറ്റൊരു മനുഷ്യൻ ദ്വാ ചെയ്തു, പടച്ചവനെ, ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു, ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു, വിവാഹം കഴിച്ചിട്ടില്ല. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ എന്റെ ആവശ്യ നിർവഹണത്തിന് ഞാൻ അവളെ സമീപിച്ചു. കുറെ സമ്പത്തൊക്കെ അവൾക്ക് കൊടുത്തു, കുറെ പണം കൊടുത്തു. അങ്ങനെ ആ കാര്യത്തിന് വേണ്ടി, ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടി അവളുടെ കാലിൽ ഞാൻ ഇരുന്നപ്പോൾ അവൾ പറയുകയാണ്, ഇത്തഖില്ല, അല്ലാഹനെ സൂക്ഷിക്കണേ, അല്ലാഹനെ സൂക്ഷിക്കണേ, അതിന്റെ വഴിക്കല്ലാതെ നീ എന്താവരുത്, ഈ കാര്യം ചെയ്യരുത്. അഥവാ വിവാഹം കഴിഞ്ഞതിന് ശേഷമല്ലാതെ, നിക്കാഹ് കഴിഞ്ഞതിന് ശേഷമല്ലാതെ ഈ കാര്യം നീ ചെയ്യരുത്. അങ്ങനെ ഞാൻ എന്താക്കി, പെട്ടെന്ന് അല്ലാഹ് ഇത്തഖില്ല എന്ന് പറഞ്ഞതോടുകൂടി എനിക്ക് വല്ലാത്ത പേടിയായി. ഞാൻ നിന്നെ പേടിച്ചുകൊണ്ട് ആ കാര്യത്തിൽ നിന്നും ഞാൻ പിന്നോട്ടടിച്ചു. അവൾക്ക് ഞാൻ കൊടുത്ത സമ്പത്തൊന്നും ഞാൻ തിരിച്ചു വാങ്ങിയൊന്നുമില്ല. പഠിച്ചവരെ, നിന്നെ വിചാരിച്ചുകൊണ്ടാണ്, നിന്നെ പേടിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഈ പുണ്യകർമ്മത്തിന്റെ കാരണം കൊണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ പ്രയാസത്തിൽ നിന്നും രക്ഷ നൽകണേ. അതൊന്നും കൂടി നീങ്ങി, അല്പം കൂടി നീങ്ങി, പക്ഷേ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. മൂന്നാമത്തെ ആൾ ദ്വാ ചെയ്തു. മൂന്നാമത്തെ ആൾ ദ്വാ, അല്ലാഹുവേ, എനിക്ക് കുറെ ജോലിക്കാരുണ്ട്, ഞാൻ ജോലിക്കാരെ വെച്ച് ജോലി എടുത്തിട്ട് എല്ലാവർക്കും വൈകുന്നേരമാകുമ്പോൾ എല്ലാവരുടെയും കൂലി കൊടുത്തു വിടും. അന്നന്ന് ചെയ്ത പണിയുടെ കൂലി ഞാൻ കൊടുത്തു വിടും, അല്ലെ? വേർപ്പ് പറ്റുന്നതിന് മുമ്പ് പണിയുടെ കൂലി കൊടുക്കണമെന്നല്ലേ, ഞാൻ കൊടുത്തു വിടും. പക്ഷെ ഒരു ദിവസം ഒരു മനുഷ്യൻ കൂലി വാങ്ങാതെ പോയി കളഞ്ഞു. ആ മനുഷ്യൻ കുറെ കാലത്തേക്ക് തിരിച്ചു വന്നില്ല. ആ മനുഷ്യന്റെ കൂലി എടുത്തുകൊണ്ട് ഞാൻ എന്താക്കി, ഒരാടിനെ വാങ്ങിയെടുത്തു. ആട് പ്രസവിച്ചാൽ കുറെ വർദ്ധിച്ചു. ഒരുപാട് ആടുകൾ ഉണ്ടായിത്തീർന്നു. ആ മനുഷ്യൻ കുറെ കാലം കഴിഞ്ഞതിന് ശേഷമാണ് തിരിച്ചു വരുന്നത്. ഞാൻ അന്ന് കൂലി വാങ്ങാതെ പോയതാണ് മുതലാളി, എന്റെ കൂലി തിരിച്ചേർന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, ആ കാണുന്ന ആടുകളൊക്കെ നിനക്കുള്ളതാണ്. ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ എന്നെ പരിഹസിക്കുകയാണ്. കൂലി ഒരു ദിവസത്തെ കൂലിക്ക് ചോദിച്ച ആടുകളൊക്കെ എന്താന്ന് പറയാൻ പറഞ്ഞു. ഇങ്ങനെയാണ് എന്റെ അവസ്ഥ, സംഭവിക്കുന്നതാണെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ ആടുകളൊക്കെ തെളിച്ചുകൊണ്ട് പോയി.
അല്ലാഹുവേ ഞാൻ ഈ ചെയ്തത് നിന്റെ വജഹിന് വേണ്ടിയാണ്, നിന്റെ അടുക്കലുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ്, നിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ അകപ്പെട്ടിരിക്കുന്ന പ്രയാസത്തിൽ നിന്നും ഞങ്ങൾക്ക് രക്ഷ നൽകണേ. പാറ കുറച്ചുകൂടി എപ്പോഴും നീങ്ങി അവർക്ക് പുറത്തിറങ്ങാൻ സാധിച്ചു. പുണ്യകർമ്മങ്ങളെ മുൻനിർത്തി ചോദിക്കുക, ഏത് പ്രയാസത്തിൽ നിന്ന് രക്ഷയുണ്ടാവും. ഇത് ഒന്നും ചെയ്യൂല, പക്ഷെ ഭർത്തം തരണം എന്ന് പറഞ്ഞാൽ കുറച്ച് പുണ്യകർമ്മങ്ങളൊക്കെ മുൻനിർത്തി താല്പര്യം. അത് ഇബാദത്താവാം, പിന്നെ സദക്കയാവാം, മറ്റു കർമ്മങ്ങളൊക്കെ ആവാം, അല്ലെങ്കിൽ അതിന്റെ മറ്റ് മാർഗങ്ങളാവാം. മഹാന്മാരെ മുൻനിർത്തിക്കൊണ്ടാവാം. കുറച്ച് ഞാൻ ഇവരെ സ്നേഹിക്കുന്നു, ഇനി സ്നേഹിച്ച ഈ മഹാന്മാരുണ്ട്, അവരെ ഞങ്ങൾ സ്നേഹിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ അവർക്ക് എന്തോ കഴിവുണ്ട്, ഇതിന്റെ അടുത്ത് പിന്നാണ് ഇതിനെക്കൊണ്ട് ചെയ്യിപ്പിക്കാതെ കഴിവുണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. ഞങ്ങൾ അവരെ സ്നേഹിക്കുന്നു, നീയും സ്നേഹിക്കുന്ന. അതുകൊണ്ട് ഞങ്ങൾ നീ സ്നേഹിച്ചവരെ സ്നേഹിക്കുന്ന, ബഹുമാനിച്ചവരെ ബഹുമാനിച്ച കാരണമാണ്. ഞങ്ങൾക്ക് എന്താവണേ കിതാബത്ത് നൽകണേ എന്നാണ് ഞങ്ങളുടെ കാര്യം സാധിപ്പിച്ചത്. ചോദിച്ചുകൊണ്ടേയിരിക്കുക, പുണ്യകർമ്മങ്ങൾ മുൻനിർത്തി ചോദിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാതിരിക്കുകയില്ല, അല്ലാഹു നൽകാതിരിക്കുകയില്ല. താണ് കേട് ചോദിക്കുക. അർദ്ധരാത്രിക്ക് ശേഷമുള്ള പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉത്തരം കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള പ്രാർത്ഥന ഏതാണെന്ന് ചോദിച്ചപ്പോൾ, ഏറ്റവും സാധ്യതയുള്ള പ്രാർത്ഥന ഏതാണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർദ്ധരാത്രിക്ക് ശേഷമുള്ള പ്രാർത്ഥന എല്ലാവരും തൂക്കം വലിച്ച് ഉറങ്ങുകയാണ്, സുഖസുഷുപ്തിയിലാണ്. ഏതാ എഴുന്നേൽക്കുന്നു, വുളൂ ചെയ്യുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ 2 റക്അത്ത് നമസ്കരിക്കുന്നു. ആരും കാണാനില്ല, ആരും കാര്യം കാണിക്കാൻ വേണ്ടിയല്ല, പടച്ചവനെ വിചാരിച്ചു മാത്രം. അല്ലേ? നീ നിന്റെ ഉറക്ക് നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഭാഗങ്ങൾ, അവരുടെ പാർശ്വങ്ങൾ അകന്നു പോകും. അനിൽ മദാനി, അവർ കിടക്കുന്ന സ്ഥലത്ത് നിന്നും അവരുടെ ബെഡിൽ നിന്നും അവരുടെ പാർശ്വങ്ങൾ ഉയർന്നു പോകും. ഓർത്തുകൊണ്ട് എന്നിട്ട് അവരുടെ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബിനോട് തേടുകയാണ്. പേടിയോടുകൂടി ഉപരി ആകാംക്ഷയോടുകൂടി അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, പ്രതീക്ഷയോടുകൂടി അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. മുഅ്മിനീങ്ങളുടെ വിശേഷം പറഞ്ഞു. എന്നിട്ട് നാം അവർക്ക് നൽകിയതിൽ നിന്നും ചെലവ് ചെയ്യുന്നവരാണ് അവരെ. ഇന്നമാ യുഅ്മിനു ബിആയാതില്ലദീന ഇദാ ദുക്കിറു ബിഹാ ഖറൂ സുജ്ജദൻ വസബ്ബഹു ബിഹംദി റബ്ബിഹിം വഹും ലാ യസ്തക്ബിറൂൻ. ഇന്നമാ യുഅ്മിനു ബിആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവർ ആരാണ്? ഇന്നമാ യുഅ്മിനു ബിആയാതില്ലദീന ഇദാ ദുക്കിറു ബിഹാ, ആ ദൃഷ്ടാന്തങ്ങൾ, ആ ആയത്തുകൾ അവരുടെ മുമ്പിൽ ഓതപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലാഹുവിനെ പറ്റി പറയപ്പെട്ട് കഴിഞ്ഞാൽ അവർ സുജൂദിലായിട്ട് വീഴും. റബ്ബിനെ സ്തുതിക്കും, റബ്ബിനെ വാഴ്ത്തും. അഹങ്കാരമില്ലാത്തവരാണ് അവർ. എന്നിട്ട് പറഞ്ഞു, കിടക്കുന്ന സ്ഥാനം വിട്ടവരുടെ പാർശ്വങ്ങൾ, അവരുടെ ഭാഗങ്ങൾ ഉയർന്നു പോകും, അകന്നു പോകും. റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. അത്താഴ സമയത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ, അത്താഴത്തിന് വേണ്ടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ 2 റക്അത്ത് നമസ്കാരം, 2 റക്അത്ത് നമസ്കരിക്കാൻ മറക്കല്ലേ സഹോദരന്മാരെ. നമുക്ക് കിട്ടുന്ന ചാൻസാണ് റമദാൻ മാസത്തില്. ആ ശീലം റമദാന് ശേഷം ഉണ്ടാവട്ടെ. റമദാന് ശേഷം അത്താഴം കഴിക്കണമെന്നല്ല, നമുക്ക് അത്താഴം കഴിക്കാം. മറിച്ച് ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും, 1 മണിക്കൂർ മുമ്പെങ്കിലും, സുബഹി ബാങ്ക് കൊടുക്കുന്ന 1 മണിക്കൂർ മുമ്പെങ്കിലും എഴുന്നേൽക്കാൻ ശ്രമിക്കുക. അല്ലേ? നമുക്ക് പിന്നെ പ്രാഥമിക കാര്യം നിർവഹിക്കണം. എന്നിട്ടൊന്ന് പല്ല് വെച്ച് ഒന്നു ചെയ്ത് 2 റക്അത്ത് നമസ്കരിക്കുക. 1 മണിക്കൂർ 20 മിനിറ്റ് മുമ്പ് എഴുന്നേൽക്കണം. എന്നിട്ട് ചോദിക്കുക, അല്ലാഹു നൽകാതിരിക്കുകയില്ല. നാം അവർക്ക് നൽകിയതിൽ നിന്നും സക്കാത്തായിട്ടും സദഖയായിട്ടും മറ്റും ചെലവ് ചെയ്യുന്നവരുമാണവർ.
ദുആ നിസ്സാരമായി കാണണ്ട. ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞല്ലോ, തഹസൗ ബിദ്ദുആഇ വതസ്തരീഹി വമാ തദ്രീ മാ സനഅത് ദുആഉ. ദുആനെ പരിഹസിക്കുകയാണോ, നിസ്സാരമാക്കുകയാണോ? എന്താ കൈകൊണ്ട് നോക്കിയിട്ട് ഇങ്ങനെ ചോദിക്കുന്നു, കുറെ കാലമായി ചോദിക്കുന്നു, നീ എന്താ പഠിച്ചോടെ തരുന്നില്ലേ എന്ന് ചോദിച്ചേക്കേണ്ട. അതഹസൗ ബിദ്ദുആഇ വതസ്തരീഹി, അതിനെ ചെറുതായി കാണണ്ട. വമാ തദ്രീ മാ സനഅത് ദുആഉ, ദുആ എന്തു ചെയ്തു എന്ന് നിനക്കറിയുകയില്ല. ദുആ എന്തു ചെയ്തു എന്ന് നിനക്കറിയുകയില്ല. എന്തെങ്കിലും ഒരു ദുരിതം ഇറങ്ങുന്നതിനെ തൊട്ട് തടുക്കാൻ ദുആ പര്യാപ്തമാണ്. 3 രൂപത്തിലാണ് ദുആ. ഒരു ദുരിതം ഒരു വിപത്തുമായിട്ട് സമീപിക്കുമ്പോൾ 3 നിലക്കാണ്. ഒന്നിക്കൽ ആ വിപത്തിനേക്കാൾ ചെറുതായിരിക്കാം, നിസ്സാരമായിരിക്കാം നാം ചെയ്യുന്ന ദുആ. അല്ലെങ്കിൽ അതിനോട് നേരെ കടപിടിക്കുന്നതാവാം, ബലാബലത്തിലാവാം. അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി ശക്തിയുള്ളതാവാം. അങ്ങനെ ദുരിതത്തിനേക്കാളും ശക്തിയുള്ളതാവാം. നാം ചെറുപ്പം കുടുംബത്തുണ്ടല്ലോ, നാം നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ അത് ചിലപ്പോൾ ആ ഇറങ്ങാൻ അല്ലാഹു കണക്കാക്കിയ ദുരിതത്തിനേക്കാളും ശക്തിയുള്ളതാവാം, ബലമുള്ളതാവാം. ബലമുള്ളതാണ് അവിടെ തടഞ്ഞു നിർത്തും, പോരാട്ടത്തിലായിരിക്കും എന്ന് പറയും. ആ ദുരിതവും തമ്മിൽ പോരാട്ടത്തിലായിരിക്കും. ദുആക്കാണ് കൂടുതൽ ശക്തിയെങ്കിൽ തടുത്തു നിർത്തും അവിടെ. അല്ല, കിടപിടിക്കുന്ന രൂപത്തിലാണ് കുറച്ചൊക്കെ എന്താക്കും സംഭവിച്ചെന്ന് വരും, എന്താവും ബാക്കി സംഭവിക്കാതെ നീങ്ങിക്കിട്ടും. അതല്ല, അതിനേക്കാൾ ശക്തി കുറഞ്ഞതാണോ എങ്കിൽ അല്പമെങ്കിലും അതിന് ശമനമുണ്ടാവും. ആ ഇറങ്ങുന്ന ദുരിതത്തിന് അല്പമെങ്കിലും ശമനമുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം എടുക്കാൻ പര്യാപ്തമായിട്ട് ദുനിയാവിൽ ഒന്നും തന്നെ ഇല്ല. എന്തല്ലാതെ ഇല്ല ദുആ, ദുആ അല്ലാതെ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക, ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. പടച്ചോനെന്ന തരത്തില് കുറെ കാലമായില്ല പലസ്തീന് വേണ്ടി ദുആ ചെയ്യുന്നു എന്ന് ചോദിച്ചേക്കണ്ട. ചിലപ്പോൾ നമ്മുടെ കരുത്തിന്റെ കുറവായിരിക്കാം, എന്നാലും ഫലമുണ്ടാവാതിരിക്കുക. എന്താണ് ചെയ്തതെന്ന് എനിക്കറിയില്ല. രാത്രിയിലുള്ള അമ്പുകളുണ്ടല്ലോ, രാത്രി തൊടുത്തുവിടുന്ന അമ്പുകൾ അഥവാ ദ്വാകൾ ലായുക്തി പഴച്ചു പോവുകയില്ല, നേരെ ചെന്ന് തറക്കുക തന്നെ ചെയ്യും. അതിനൊക്കെ ഒരു സമയമുണ്ട്, നിശ്ചയമുണ്ട്. നിശ്ചയം എത്തുമ്പോൾ, ആ സമയം എത്തുമ്പോൾ അത് നടപ്പിലാവുക തന്നെ ചെയ്യും. ഇപ്പം കിട്ടണമെന്ന് പറഞ്ഞാൽ നടപ്പില്ല, ഇപ്പം കിട്ടണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടന്നോളാം. അതിനൊരു അവധിയുണ്ട്, അല്ലാഹു വെച്ച അവധി. ആ അവധിക്ക് നടപ്പിലാകുക തന്നെ ചെയ്യും. ഇമാം ശാഫിഈ ഇബ്രാഹിമിനോട് അദ്ദേഹം ദുആ ചെയ്തല്ലോ, തന്റെ പട്ടാരം വിട്ട് സന്യാസിയായിട്ട്, പരിത്യാഗിയായിട്ട്, സന്യാസി എന്ന് പറയാൻ പറ്റുന്നില്ല, പരിത്യാഗിയായിട്ട് സാഹിദായിട്ട് ഇറങ്ങി തിരിച്ചു. ഒന്നും വേണ്ട, എനിക്ക് അല്ലാഹുവിന്റെ പൊരുത്തം മതി എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ദുനിയാവിയായ സുഖങ്ങളോ ആഡംബരങ്ങളോ ഒന്നും ആവശ്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാജപട്ടാരം വിട്ട് ഇറങ്ങി പോവുകയാണ്. ആ പോക്കിൽ ബഹുമാനപ്പെട്ടവർ ചൊല്ലുകയാണ്, ഇലാഹി ലസ്തുൽ ഫിർദൗസി അഹ്ല വലാ തുഅലാ നാരിൽ ജഹീമി ഫഹബിലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അദീം. ഇലാഹി ലസ്തുൽ ഫിർദൗസി അഹ്ല, പടച്ചോനെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് ഞാൻ അർഹനായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ എനിക്ക് അർഹത ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നരകത്തിൽ കടക്കാൻ എനിക്ക് ശക്തിയില്ല, ശേഷിയില്ല. നരകത്തിന് ചൂട് സഹിക്കാൻ ശേഷിയില്ല. അതുകൊണ്ട് എന്റെ പശ്ചാത്താപം സ്വീകരിക്കണേ, എന്റെ ദ്വാ സ്വീകരിക്കണേ. ഞാൻ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുകയാണ്. ഈ തൗബ നീ സ്വീകരിക്കണേ. ഫഹബിലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി, എന്റെ ദോഷങ്ങൾ നീ പുറത്തു തരണേ. ഫഇന്നക ഗാഫിറു ദംബിൽ അദീം, എത്ര വലിയ ദോഷമാണെങ്കിലും
എത്ര വലിയ പാപങ്ങളാണെങ്കിലും അതൊക്കെ പൊറുക്കാൻ കഴിയുന്നവനാണ് നീ, അതൊക്കെ പൊറുക്കുന്നവനാണ് നീ. ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ചോദിച്ച് വീണ്ടും 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 ചോദിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രമാത്രം ചോദിക്കുന്നു അത്രമാത്രം അല്ലാഹുവിന് സന്തോഷമാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനോട് ചോദിക്കുമ്പോൾ ഒരിക്കൽ ചോദിച്ചിട്ട് വീണ്ടും മനുഷ്യനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞ് സംശയയുടെ കഴിഞ്ഞ മാസം വന്ന് നീയല്ലേ കഴിഞ്ഞ മാസം വന്ന് അയാൾ കഴിഞ്ഞ മാസം വന്നിട്ട് തിരുവനന്തപുരത്തിന് പോയത് പറയില്ല. പക്ഷെ അള്ളാഹ്ക്ക് പറച്ചലില്ല, അള്ളാഹ്ക്കുള്ള പ്രയാസമില്ല. അള്ളാഹോട് എത്രമാത്രം ചോദിക്കുന്നു അത്രമാത്രം സന്തോഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. മാത്രമല്ല ഈ അടങ്ങുന്ന ദുരിതങ്ങളൊക്കെ തട്ടി നീക്കാനും ദുആ ആവശ്യമാണ്. റമദാൻ മാസം ദുആക്ക് വേണ്ടി നാം ഉണ്ടാക്കുക, അതൊന്നും വേണ്ടതല്ല. ഖുർആൻ പാരായണം, ഖുർആനേക്കാൾ വലുതാണ് ഖുർആൻ പാരായണം എന്നുള്ളത്. ഒരു മനുഷ്യനോട് ചോദിക്കുന്നതിനെ തൊട്ട് ഖുർആൻ പാരായണം അവനെ ശൂലാക്കിയാൽ, എന്നോട് ചോദിക്കുന്നതിനെ തൊട്ട് ഖുർആൻ പാരായണത്തിൽ വ്യാപൃതനാവുകയാണെങ്കിൽ, അതിന് കൊടുക്കുകയാണെങ്കിൽ, ചോദിച്ചാൽ ചോദിക്കുന്നതിനേക്കാളും വലുത് ഞാൻ അവർക്ക് കൊടുത്തിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്തിരിക്കുമെന്ന് സഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനേക്കാളും എന്താ ഖുർആൻ പാരായണം. അതുകൊണ്ട് ഇത് വേണ്ടാം തീരെ വേണ്ടാന്നൊക്കെ അല്ല, ചോദിക്കാം. ഖുർആൻ പാരായണമാണെങ്കിൽ അതും ചെയ്യുക, ഒരുപാട് പാരായണം ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് പാരായണം ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് ദുആ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇബാദത്തുകളും ഇഅ്തികാഫും വർദ്ധിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്മനസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാത്തിനും തൗഫീഖാണ് വേണ്ടത്. പള്ളി തന്നെ ഉണ്ടല്ലോ, എന്നാ പിന്നെ കുറേ ഭാഗത്ത് വിട്ടാൽ നമ്മുടെ തൗഫീഖ്. പള്ളിയിൽ തന്നെ ഉണ്ട് നോട്ട് കാര്യമില്ല, പള്ളി തന്നെ ഉണ്ട് നോട്ട് കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ, സന്മനസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ദുആകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരന്മാർക്ക്, ഗൾഫിലുള്ള സഹോദരന്മാർക്ക് നീ സമ പ്രദാനം ചെയ്യണേ റഹ്മാനെ, സലാമത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ. എല്ലാവിധ ദുരിതങ്ങളിൽ നിന്നും അവരെ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മിഡിൽ ഈസ്റ്റിലുള്ള ഞങ്ങളുടെ മുസ്ലിങ്ങളായ സഹോദരന്മാർക്കൊക്കെ നീ രക്ഷ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ പരിശീലനം നീ അമർച്ച ചെയ്യണേ റഹ്മാനെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.